ഹലോ ഗൈസ്, ടേസ്റ്റ് കേക്ക് ബ്ലോഗിലോട്ടേക്ക് ഏകദേശം ഒരിക്കൽ ഇന്ന് ഞങ്ങൾ എന്തായാലും ഐ ലവ് ചെന്നാനം ആ സ്ഥലത്താണ് ഇരിക്കുന്ന ഒരു ബീച്ച് പോലെ. വേറെ വീട്ടിലോട്ടേക്ക് കിടക്കാം. ഗൈസ് വലിയ ബീച്ച് പിന്നെ വലുതല്ലേ കണ്ട് തീരാത്ത ബീച്ച് ഇവിടെ മൂടുന്നു. ഇവിടെ ഇരിക്കാൻ പറ്റിയ സ്ഥലമുണ്ട് ഇവിടെ. ഗൈസ് ഐ ലവ് ചെന്നാനം ഇതാണ് സ്ഥലം, കളർഫുൾ സ്ഥലം. ഇനി നിങ്ങളിലേക്ക് കിടക്കാം. ദൂരെ കുറെ കിളികൾ. ഇതാണ് എൻ്റെ ചേട്ടൻ, ആ വെള്ളം മുണ്ടിട്ടേക്ക് കുറെ തെങ്ങ്, പിന്നെ ചെടികള്, പിന്നെ നല്ല ഭംഗി. വരാനവർ തൊപ്പി മാത്രം വെച്ചാ മതി. നിങ്ങള് ഇവിടെ വന്നാൽ നല്ല രസമായിരിക്കും. ഇവിടേക്ക് വലിയതാ. ഇവിടെ കണ്ട കുറെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങ് നേരെ നിർത്താതെ ഹൈവേ പോണ പോലെയാ, നേരെ അങ്ങ് പോകും. ഇവിടെ നിന്ന് ഒരാള് നേരെ പോയാൽ 1 മണിക്കൂർ എടുത്തു. ഇത് എവിടം വരെ പോയി പിന്നെ ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ബോർഡ് മാത്രമേ ഉള്ളൂ, കട അടച്ചിട്ടേക്കുവാ. പിന്നെ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴി കയറിയതാണ്. അപ്പൊ ഞങ്ങൾ ഇത് കണ്ടപ്പോ കയറിയതാണ്. പോയാന്നത്ത് കണ്ട് ആ സ്റ്റെപ്പേനെ ഞങ്ങൾ കയറിയേ കാണിച്ചത്. അവിടെ കാണാൻ ആ സ്റ്റെപ്പേനെ കയറിയേ. ഇപ്പൊ ഞങ്ങൾ ഇനി ഈ സ്റ്റെപ്പേനെ ഇറങ്ങി പോവാ. നിങ്ങളുടെ അമ്പലത്തിൽ കയറിക്കോ കാണാം. ആ അമ്പലത്തില് ആ കടലിന്റെ നടുക്കാണ് അമ്പലം. പിന്നെ ഇവിടെ സ്റ്റെപ്പയിലൊക്കെ ഇരിക്കാം, ഈ സ്റ്റെപ്പിൽ ഇരിക്കാം, കാരണം അവിടെ നിന്നാണ് ആൾക്കാർ കയറുന്നത്. അതാണ്ടേ ഞങ്ങൾ പോയ ആ ഹോട്ടല് ബോർഡ് കാണിക്കാം. ഫ്രഷ് ജ്യൂസ്, ദോശ, ഓംലേറ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇത്തരം സംഭവങ്ങളുണ്ട്. ഫ്രഷ് ജ്യൂസ്, ഐസ്ക്രീം, ഷേക്ക്, ചായ, പിന്നെ പൊറോട്ട, പിന്നെ കഴിക്കുന്ന ഫുഡുകൾ. പിന്നെ ഇവിടെ നല്ല സുഖം, പക്ഷെ സീനറിയാ. പക്ഷെ വെയിൽ മാത്രം ഒരു പ്രശ്നമുണ്ട്. ദാണ്ടേ കല്ലുകൾ. ഞങ്ങൾ പിന്നെ വീഡിയോ അധികം ഇടാറില്ല, വീഡിയോ ഇടാൻ സമയം കിട്ടാറില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇനി ഇടാം. പിന്നെ നിങ്ങൾ ലൈക്ക് സപ്പോർട്ടൊക്കെ മറക്കാതെ ചെയ്യണം. അതനുസരിച്ച് ഞങ്ങൾ വീഡിയോകളും ഇടും. ഹോട്ടലും ബേക്കറിയും ഉണ്ട്. അതൊക്കെ നടക്കാനത്തെ ഒരു ഇതിന്റെ സംഭവം പേരെനിക്ക് കിട്ടില്ലല്ലോ. ഈ തോളെനിക്ക് കിട്ടി. നടക്കാനകത്ത് കാലൊന്ന് ഇതുവഴി ഇടിച്ചല. ശബ്ദം കേട്ടപ്പോ നോക്കിയില്ല, ഒരു കക്കത്തോട് കിട്ടിയത്.